കഴിഞ്ഞ 8 ദിവസമായി ആനയ്ക്ക് പുറകെ സഞ്ചരിക്കുകയാണ് വനംവകുപ്പ്. 200ഓളം ജീവനക്കാർ, ഉദ്യോഗസ്ഥർ, 4 കുങ്കിയാനകൾ എന്നിവ ഈ ബേലൂർ മക്നയ്ക്ക് പിന്നാലെ സഞ്ചരിക്കുകയാണ്. ആദ്യത്തെ ദിവസം പടമലത്ത് നിന്ന് കാട്ടിക്കുളത്താണ് ആന എത്തിയത്. അവിടെ നിന്ന് മണ്ണുണ്ടി മേഖല, മണ്ണുണ്ടി എന്ന് പറയുന്ന ഒരു കോളനി പ്രദേശമാണ്. ആ മണ്ണുണ്ടി മേഖലയിലാണ് ആനയെ രണ്ടാമത്തെ ദിവസം സ്പോട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് ബാവലി മേഖലയിലേക്ക് ആന നീങ്ങിയെന്ന റിപ്പോർട്ട് വരികയും ബാവലി മേഖലയിലേക്ക് വനംവകുപ്പ് സംഘം സഞ്ചരിക്കുകയും ഏതാനും നിമിഷങ്ങൾക്ക് തന്നെ ബേലൂർ മക്നയെ വെടിവെച്ച് പിടികൂടുന്ന പ്രതീതി ഉണ്ടാവുകയും ചെയ്തു. ബാവലിയിൽ നിന്ന് ആന വീണ്ടും മണ്ണുണ്ടി കോളനിയിലേക്ക് നീങ്ങുകയും അവിടെ നിന്ന് ഇരുമ്പുപാല മേഖലയിലേക്ക് ആന തിരികെ സഞ്ചരിക്കുകയും ചെയ്തു. ആ ബാവലിയിൽ ഉണ്ടായിരുന്ന കുങ്കിയാനകളെയും കൊണ്ട് ഇരുമ്പുപാലത്തേക്ക് വനംവകുപ്പ് സംഘം സഞ്ചരിച്ചു. അതിന് മുമ്പേ തന്നെ ആന തിരികെ ഈ മണ്ണുണ്ടി മേഖലയിലേക്ക് എത്തുകയും അവിടെ ഈ തോൽപ്പെട്ടി മേഖലയിൽ ആന കുറേ ദിവസം തമ്പടിക്കുകയും ചെയ്തു. അപ്പോഴും ആന എവിടെയാണെന്നുള്ളതിൻ്റെ എക്സാക്ട് ലൊക്കേഷൻ കിട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ആനയെ പിടികൂടാൻ കഴിഞ്ഞില്ല. അപ്പോഴാണ് വീണ്ടും ആന ബാവലി മേഖലയിലേക്ക് തിരികെ എത്തുകയും അവിടെ നിന്ന് ഇപ്പോൾ കർണാടക വനമേഖലയിലേക്ക് കയറുകയും ചെയ്തത്. കർണാടകത്തിലേക്ക് ആന കയറി കഴിഞ്ഞാൽ ഒരു വിധത്തിലും ഓപ്പറേഷൻ സാധ്യമാകില്ല. ഓപ്പറേഷൻ സാധ്യമാകുന്ന നിയമങ്ങൾ നിലവിൽ ഇല്ല. അത്തരത്തിലുള്ള നടപടികളിലേക്ക് നീങ്ങില്ല എന്ന് തന്നെയാണ് വനംവകുപ്പ് മന്ത്രി വ്യക്തമാക്കിയത്. ഇനി വേണ്ടത് ഈ ആന തിരികെ വരണം. ഈ മേഖലയിൽ നിന്ന് നാഗർഹോള ടൈഗർ റിസർവിൽ നിന്ന് ആന തിരികെ കേരളത്തിലേക്ക് എത്തിയാൽ മാത്രമേ എന്തെങ്കിലും തരത്തിലൊരു മിഷൻ സാധ്യമാവുകയുള്ളൂ. ശരി, എന്തായാലും ബേലൂർ മക്ന കടന്നുപോയ വഴികൾ ഏതൊക്കെയെന്നുള്ള കാര്യമാണ് ജിജിൻ നമുക്ക് സൂചിപ്പിച്ചതാണ്. വിശദമായി തന്നെ ആ റൂട്ട് മാപ്പിന്റെ സഹായത്തോടെ നമ്മളിപ്പോൾ കണ്ടത് ഈ വഴിയൊക്കെ കൂടിയൊക്കെയാണ് ബേലൂർ മക്ന കടന്നുപോയത്.